ഹായ് ഓൾ, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ സെറ്റ് കെമിസ്ട്രി 2025 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് 18ാമത്തെ ചോദ്യമാണ് നോക്കാനായിട്ടുള്ളത്. ചോദ്യം ഇതാണ്: എ ഡ്രഗ് വിത്ത് ലോ IC50 വാല്യൂ ഈസ്. ഓക്കെ, അപ്പോൾ IC50 വാല്യൂ ലോവർ ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അതെന്താണ് മീൻ ചെയ്യുന്നത്? ഡ്രഗ് വിത്ത് ലോ IC50 വാല്യൂ ഈസ് ലെസ് ടോക്സിക് എന്നാണോ, ലെസ് പൊട്ടൻ്റ് എന്നാണോ, മോർ ടോക്സിക് എന്നാണോ, മോർ പൊട്ടൻ്റ് എന്നാണോ ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഹാഫ് മാക്സിമൽ ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ IC50 is the measure of the potency of a substance in inhibiting a specific biological or biochemical function. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ IC50 എന്ന് പറഞ്ഞാൽ? ഹാഫ് മാക്സിമൽ ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ ആണ് IC50. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് ദി പൊട്ടൻസി ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന്റെ കഴിവാണ്, പൊട്ടൻസിയാണ്. എന്തിനുള്ള കഴിവ്? ടു ഇൻഹിബിറ്റ് എ സ്പെസിഫിക് ബയോളജിക്കൽ ഓർ ബയോകെമിക്കൽ ഫംഗ്ഷൻ. ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ബയോകെമിക്കൽ ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ്. ഓക്കെ, ആ ഒരു പൊട്ടൻസി അല്ലെങ്കിൽ ആ ഒരു കഴിവിനെയാണ് ഹാഫ് മാക്സിമൽ ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ IC50 വാല്യൂ ഈസ് കോറിലേറ്റഡ് വിത്ത് ഡ്രഗ് പൊട്ടൻസി. അപ്പോൾ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഡ്രഗിന്റെ പൊട്ടൻസിയുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഡ്രഗ് നെസസറി ടു പ്രൊഡ്യൂസ് the effect. The lower the IC50 value, the more potent is the drug. അപ്പം ഈ IC50 വാല്യൂ എന്ന് പറയുന്നത് ഡ്രഗിന്റെ പൊട്ടൻസിയുമായിട്ട്, ആ ഡ്രഗിന്റെ ആ ഒരു കഴിവുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ്? ദ എമൗണ്ട് ഓഫ് ഡ്രഗ് നെസസറി ടു പ്രൊഡ്യൂസ് ദി ഇഫക്റ്റ്. ഈ ഒരു ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന ആ ഡ്രഗിന്റെ എമൗണ്ട്, അതാണ് യൂഷ്വലി IC50 വാല്യൂ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. ഈ IC50 വാല്യൂ ലോവർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡ്രഗ് എന്ന് പറയുന്നത് മോർ പൊട്ടൻ്റ് ആയിരിക്കും. ആൻഡ് IC50 വാല്യൂ എന്ന് പറയുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡ്രഗ് എന്ന് പറഞ്ഞാൽ ലെസ് പൊട്ടൻസി ഉള്ളവരായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരുന്നു ചോദ്യം? എ ഡ്രഗ് വിത്ത് ലോവർ IC50 വാല്യൂ ആണ് ചോദിച്ചത് അല്ലേ? ലോവർ IC50 വാല്യൂ എന്തായിരിക്കും? ഹയർ പൊട്ടൻസി ഉള്ളവരായിരിക്കും അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി മോർ പൊട്ടൻറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ എന്താണ് ഈ IC50 വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇറ്റ് മെഷർ ദി പൊട്ടൻസി ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന്റെ പൊട്ടൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഈ IC50 വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് കോറിലേറ്റഡ് വിത്ത് ഡ്രഗ് പൊട്ടൻസി. ഡ്രഗ് പൊട്ടൻസിയുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. IC50യുടെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ഡ്രഗിന്റെ പൊട്ടൻസി കൂടുതലായിരിക്കും. ആൻഡ് IC50യുടെ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡ്രഗിന്റെ പൊട്ടൻസി കുറവായിരിക്കും കേട്ടോ. ഇനി അടുത്ത ചോദ്യം, 19ാമത്തെ ചോദ്യം നോക്കാം. ദ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഓഫ് എ ഡ്രഗ് ഈസ് കാൽക്കുലേറ്റഡ് ആസ്. ഇനി ഒരു ഡ്രഗിന്റെ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് TI എന്ന് പറയും. അത് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? LD50 മൈനസ് EC50 എന്നാണോ, LD50 ഡിവൈഡഡ് ബൈ EC50 എന്നാണോ, EC50 മൈനസ് LD50 ആണോ, EC50 ഡിവൈഡഡ് ബൈ LD50 ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, ദ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഓഫ് എ ഡ്രഗ് അല്ലെങ്കിൽ TI വാല്യൂ ഓഫ് എ ഡ്രഗ് ഈസ് മെഷേർഡ് ആസ്. അപ്പൊ നോക്കിക്കേ, in toxicology the median lethal dose LD50, that is lethal dose 50%, then LC50, that is lethal concentration 50%, or LCT50 is a toxic unit that measures the lethal dose of a given substance. അപ്പോൾ നോക്കിക്കേ, LD50 അല്ലെന്നുണ്ടെങ്കിൽ lethal dose 50%, അല്ലെന്നുണ്ടെങ്കിൽ LD50 median lethal dose, then LC50 lethal concentration 50%. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടോക്സിക് യൂണിറ്റ് ദാറ്റ് മെഷേഴ്സ് ദ ലീത്തൽ ഡോസ് ഓഫ് എ ഗിവൻ സബ്സ്റ്റൻസ്. ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസിന്റെ എന്ത് മെഷർ ചെയ്യാനായിട്ടുള്ളത്? ലീത്തൽ ഡോസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു ഈസ് എ ടോക്സിക് യൂണിറ്റ്, അതൊരു ടോക്സിക് യൂണിറ്റ് ആണ്. നമ്മളത് ലീത്തൽ ഡോസ് ഓഫ് എ ഗിവൻ സബ്സ്റ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ LD50 അല്ലെങ്കിൽ LC50 എന്ന് പറയുന്ന യൂണിറ്റ്. ദ വാല്യൂ ഓഫ് LD50 ഫോർ എ സബ്സ്റ്റൻസ് ഈസ് ദ ഡോസ് റിക്വയർഡ് ടു കിൽ ഹാഫ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് എ ടെസ്റ്റഡ് പോപ്പുലേഷൻ ആഫ്റ്റർ എ സ്പെസിഫൈഡ് ടെസ്റ്റ് ഡ്യൂറേഷൻ. അപ്പോൾ എന്തുവാ ഈ വാല്യൂ ഓഫ് LD50 എന്ന് പറഞ്ഞാൽ? ഫോർ എ സബ്സ്റ്റൻസ് ഈസ് ദി ഡോസ് റിക്വയർഡ്. എന്തുമാത്രം ഡോസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നു എന്തിനു വേണ്ടിയിട്ട്? ടു കിൽ ഹാഫ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് എ
ടെസ്റ്റഡ് പോപ്പുലേഷൻ ആഫ്റ്റർ ദി സ്പെസിഫൈഡ് ടെസ്റ്റ് ഡ്യൂറേഷൻ. ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ള പോപ്പുലേഷനകത്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിനകത്ത് നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ടോട്ടൽ പോപ്പുലേഷനകത്ത് ഹാഫ് ഓഫ് ദി പോപ്പുലേഷനെ നമുക്ക് കില്ല് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന ഡോസ്, അതാണ് ഈ LD50 വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, the LD50 figures are frequently used as a general indicator of a substance's acute toxicity. ഒരു പദാർത്ഥത്തിന്റെ LD50 വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ടോക്സിസിറ്റിയുടെ അളവിനെ അല്ലെങ്കിൽ അതിന്റെ ടോക്സിസിറ്റിയുടെ കഴിവിനെയാണ് യൂഷ്വലി അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു വാല്യൂ. എ ലോവർ LD50 ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഹയർ ടോക്സിസിറ്റി. ഈ LD50യുടെ വാല്യൂ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ടോക്സിസിറ്റി കൂടുതലായിരിക്കും, ആ ഒരു ഡ്രഗിന്റെ ആ ഒരു സബ്സ്റ്റൻസിന്റെ ടോക്സിസിറ്റി കൂടുതലാണ് എന്നാണ്. അപ്പം ജനറലി ഒരു ടോക്സിസിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ LD50 LC50 ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. The EC50 is a value representing the potency of a drug operationalized as a concentration at which the drug exerts 50% of its maximal effect. ഇനി EC50 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെപ്രസെന്റ് ദ പൊട്ടൻസി ഓഫ് എ ഡ്രഗ്. മറ്റേത് ടോക്സിസിറ്റി ഓഫ് എ ഡ്രഗ് ആണ്. LD50 or LC50 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ടോക്സിസിറ്റി ഓഫ് എ ഡ്രഗ് ആണ്. ആൻഡ് EC50 എന്ന് പറയുന്നത് ഇറ്റ് മെഷേഴ്സ് ദി പൊട്ടൻസി ഓഫ് എ ഡ്രഗ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് EC50 എന്ന് പറയുന്നത്. And it is operationalized as the concentration at which the drug exerts 50% of its maximal effect. അപ്പോൾ ഏത് കോൺസെൻട്രേഷനിലാണോ ഒരു ഡ്രഗ് അതിന്റെ 50% മാക്സിമൽ ഇഫക്റ്റ് ഇൻഡ്യൂസ് ചെയ്യുന്നത്, അതാണ് ഈ EC50 വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഡ്രഗിന്റെ പൊട്ടൻസിയാണ് EC50 എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, in animal studies the TI can be calculated as the lethal dose of a drug for 50% of the population, that is LD50 divided by the minimum effective dose for 50% of the population, that is TI is equal to LD50 divided by ED50. അപ്പോൾ യൂഷ്വലി നമ്മൾ ആനിമൽ സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് തെറാപ്പറ്റിക് ഇൻഡെക്സ് TI നമ്മൾ മെഷർ ചെയ്യുന്നത് LD50യുടെയും അതുപോലെ തന്നെ ED50യുടെയും റേഷ്യോ ആയിട്ടാണ്, അല്ലെങ്കിൽ LD50 ഡിവൈഡഡ് ബൈ ED50 ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ED50 or EC50 എടുക്കാം കേട്ടോ. LD50 ബൈ ED50 അല്ലെങ്കിൽ EC50 വരാം കേട്ടോ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ ബി. ഇവിടെ EC50 ഡിവൈഡഡ് ബൈ LD50 ആണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, LD50 ഡിവൈഡഡ് ബൈ EC50. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ മോളിക്കുലർ ബേസിസ് ഓഫ് ദി ആക്ഷൻ ഓഫ് പ്ലാറ്റിനം 2 കീമോതെറാപ്പി ഏജൻസ്? അപ്പോൾ പ്ലാറ്റിനം 2 കീമോതെറാപ്പി ഏജൻസിൻ്റെ മോളിക്കുലാർ ബേസിസ് എന്താണ് എന്നാണ് ചോദ്യം. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. നോക്കിയേ. The stable complex is formed between the DNA and platinum 2. The DNA is oxidized by platinum 2 complex. അപ്പോൾ ആക്ച്വലി നമ്മൾ പ്ലാറ്റിനം 2 കോംപ്ലക്സുകൾ, പ്ലാറ്റിനം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള കോംപ്ലക്സുകൾ കീമോതെറാപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ DNA നമുക്ക് ഏത് സെൽസിനെയാണോ ബാധിച്ചിട്ടുള്ളത് അവിടെയുള്ള DNA-യും ഈ പ്ലാറ്റിനം 2 കോംപ്ലക്സും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ പ്ലാറ്റിനം 2 കോംപ്ലക്സ് ഈ ഏത് DNA-യുമായിട്ടാണോ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ DNA അവർ ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എ സ്റ്റേബിൾ കോംപ്ലക്സ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദ DNA ആൻഡ് പ്ലാറ്റിനം 2 ആൻഡ് ദ DNA ഈസ് റെഡ്യൂസ്ഡ് ബൈ ദി പ്ലാറ്റിനം 2 കോംപ്ലക്സ്. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലും പറയുന്നത് ഇത് തന്നെയാണ്. പ്ലാറ്റിനം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള DNA-യുമായിട്ട് ഒരു സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് ആ DNA റെഡ്യൂസ് ചെയ്യിക്കുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. പ്ലാറ്റിനം 2 ആ DNA റെഡ്യൂസ് ചെയ്യിക്കുന്നു എന്ന്. ഇനി ഓപ്ഷൻ സിയിൽ പറയുന്നു പ്ലാറ്റിനം 2 കോമ്പൗണ്ട്സ് ഹാവ് നോ കീമോതെറാപ്പി ആക്ഷൻ എന്നാണ് ഓപ്ഷൻ സിയിൽ പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു ദ സ്റ്റേബിൾ കോംപ്ലക്സ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ DNA ആൻഡ് പ്ലാറ്റിനം 2 ആൻഡ് ദ DNA ഹെലിക്സ് ബൈൻഡ്സ് ആൻഡ് അൺവൈൻഡ്സ് പാർഷ്യലി. അപ്പം അവസാനത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു പഴയതുപോലെ തന്നെ DNA-ക്കും പ്ലാറ്റിനം 2-ന്റെ ഇടയിൽ ഒരു സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു ദ DNA ഹെലിക്സ് ബെൻഡ് ആൻഡ് അൺവൈൻഡ്സ് പാർഷ്യലി. അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടല്ലോ DNA-യുടെ ഹെലിക്കൽ സ്ട്രക്ചറിൽ എന്ത് ചെയ്യുന്നു, അത് ബെൻഡ് ചെയ്യുന്നു. അതുപോലെ അത് പാർഷ്യലി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്നു. ഇങ്ങനെ ഹെലിക്കൽ സ്ട്രക്ചർ ഇങ്ങനെ പിണഞ്ഞിരിക്കല്ലേ, അപ്പോൾ അത് അൺവൈൻഡ് ചെയ്ത് വരുന്നു. അതാണ് നാലാമത്തെ ഓപ്ഷനിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ആക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് നോക്കിക്കേ. ദ പ്രൊപ്പോസ്ഡ് മെക്കാനിസം ഓഫ് ദി ആക്ഷൻ ഫോർ ദി പ്ലാറ്റിനം കോംപ്ലക്സ് ഈസ് ദാറ്റ് ദ ലിവിംഗ് ഗ്രൂപ്പ് ഹൈഡ്രോലൈസ്ഡ് ഫ്രം ദി സെൻട്രൽ പ്ലാറ്റിനം ഇൻ ദി പ്രോസസ് known as an equation enabling the drug to form strand cross-links with the DNA, thereby inhibiting DNA synthesis. അപ്പോൾ ആക്ച്വലി നടക്കുന്ന പ്ലാറ്റിനം കോംപ്ലക്സുകളെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കീമോതെറാപ്പിയിൽ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, ഈ ഡ്രഗ് നമ്മുടെ
ഡി എൻ എയുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഫർദർ ഡി എൻ എ സിന്തസിസിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുവഴി ആ ഒരു രീതിയിലാണ് എന്താ ഇപ്പോൾ സെല്ല് മൾട്ടിപ്ലൈ ചെയ്തല്ലേ അത് ഡിഫറെൻറ്റ് ബോഡി പാർട്സിലോട്ട് വ്യാപിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൽ മൾട്ടിപ്ലിക്കേഷനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതാണ് ആക്ച്വലി പ്ലാറ്റിനം 2 ചെയ്യുന്നത്. എങ്ങനെയാണ് അപ്പം the stable complex is formed between DNA and the DNA helix bind and unwind partially. അപ്പോൾ എങ്ങനെയാണ് drug to form intra-strand cross links with the DNA thereby inhibit DNA synthesis. അപ്പോൾ ആ DNA synthesisനെ further inhibit ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അവർ DNA strandsനെ പരസ്പരം unwind ചെയ്യുന്നു, അവരെ ഒന്ന് ബെൻഡ് ചെയ്യിക്കുന്നു, അതുവഴി further DNA multiplication അല്ലെങ്കിൽ replicationനെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നു കേട്ടോ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. കീമോതെറാപ്പിയിലുള്ള പ്ലാറ്റിനം ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ആക്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, what is the atom economy for the combustion of methane if the desired product is carbon monoxide? അപ്പം ചോദ്യം ഇതാണ്, what is the atom economy for the combustion of methane? മീഥെയിൻ്റെ കമ്പഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഡിസയേർഡ് പ്രൊഡക്റ്റ് കാർബൺ ഡയോക്സൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആറ്റം ഇക്കോണമി കണക്കാക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പം മേജർ പ്രോഡക്റ്റ് ആയിട്ടല്ല, നമ്മുടെ ഡിസൈഡ് പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡ് മാത്രമാണ് എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലഭിക്കുന്ന ആറ്റം ഇക്കോണമിയുടെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. 100% ആണോ, 22.5% ആണോ, 80% ആണോ, 55% ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ആറ്റം ഇക്കോണമി കണക്കാക്കാനായിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. molar mass of desired product divided by molar mass of all the reactants into 100. ഓക്കെ, നമുക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റിൻ്റെ മോളാർ മാസ് ഡിവൈഡഡ് ബൈ എല്ലാ റിയാക്റ്റൻറ്റിൻ്റെയും മോളാർ മാസ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആറ്റം ഇക്കോണമി കിട്ടും. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? കമ്പഷൻ ഓഫ് മീഥേൻ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് വേണം? മീഥേൻ്റെ കമ്പഷൻ റിയാക്ഷൻ എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ബാലൻസ്ഡ് ആക്കി എഴുതണം, എന്നിട്ട് മാത്രമേ നമ്മൾ ആറ്റം ഇക്കോണമി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാവൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ മീഥേൻ്റെ കമ്പഷൻ റിയാക്ഷൻ എടുത്ത് എഴുതി. എങ്ങനെയാ വരും? CH4 കമ്പഷൻ ആണല്ലോ, അപ്പോൾ ഓക്സിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ് CO2 ആണ്, ബാക്കി H2O. ദെൻ ബാലൻസ് ചെയ്താൽ മതി. അപ്പം ഇവിടെ ഒരു 2O2 2H2O എന്ന് വരും. അപ്പോൾ ഫൈനൽ റിയാക്ഷൻ ഇതാണ്, CH4 + 2O2 gives CO2 + 2H2O. ഓക്കെ, ഇതാണ് കമ്പഷൻ ഓഫ് മീഥേൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി നമ്മുടെ ഇക്വേഷൻ ഇതാണ്, മാസ് ഓഫ് ഡിസൈർഡ് പ്രോഡക്റ്റ്. ഡിസൈർഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആരാ? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിൻ്റെ മാസ് എന്താ? കാർബണിൻ്റെത് 12, O2ൻ്റെ എത്ര? ഒരു ഓക്സിജൻ്റെ 16, അടുത്ത ഓക്സിജൻ്റെയും 16. അപ്പം 44 ഗ്രാം എന്ന് കിട്ടി. അതാണ് എന്ത്? മോളാർ മാസ് ഓഫ് ഡിസൈർഡ് പ്രോഡക്റ്റിൻ്റെ അടുത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 44 ഗ്രാം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഡിനോമിനേറ്റർ എന്താ? മോളാർ മാസ് ഓഫ് ഓൾ ദി റിയാക്ടൻസ്. റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എല്ലാ റിയാക്ടൻസിൻ്റെയും മോളാർ മാസ്. നോക്കിക്കേ, ആരൊക്കെയുണ്ട്? CH4 ഉണ്ട്, പിന്നെ ആരുണ്ട്? 2O2 ഉണ്ട്. അപ്പോൾ കാർബണിൻ്റെത് 12, 4 ഹൈഡ്രജന്, മൊത്തത്തിൽ എത്ര ഓക്സിജൻ ഉണ്ട്? മൊത്തത്തിൽ 2O2 ആണ്. അതായത് എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട് അല്ലേ? 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ എത്ര വരും? 33, 3, 4, 5, 6, 7, 8. 80 എന്ന് വന്ന് അല്ലേ? ടോട്ടൽ റിയാക്ടൻറ്റിൻ്റെ സൈഡിലുള്ള മോളാർ മാസ് നമുക്ക് എത്ര കിട്ടി? 80 എന്ന് കിട്ടി. അപ്പോൾ ഇനിയെല്ലാം വാല്യൂസ് കിട്ടിയാലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ ആറ്റം ഇക്കോണമി ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഓഫ് ഡിസൈർഡ് പ്രോഡക്റ്റ് 44 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഓൾ ദി റിയാക്ടൻസ് 80 ഇൻറ്റു 100. അപ്പം എന്ത് കിട്ടി? 440 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടി. ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 55% എന്ന് കിട്ടും. സോ ആറ്റം ഇക്കോണമി of the combustion of methane if the desired product is only carbon dioxide എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 55%. ഏത് ചോദ്യം ചോദിച്ചാലും ഇതുപോലെയാണ്. നിങ്ങൾ ആദ്യം ആ ഒരു റിയാക്ഷൻ എടുത്ത് എഴുതുക, അതിനുശേഷം ഏതാണോ ഡിസൈർഡ് പ്രൊഡക്റ്റ് അത് ന്യൂമറേറ്ററിൽ കൊടുക്കുക. എല്ലാ റിയാക്ടൻസിൻ്റെയും കൂടെ അറ്റോമിക് മാസസിൻ്റെ മോളാർ മാസിൻ്റെ മോളാർ മാസിൻ്റെ സമ്മ് ഡിനോമിനേറ്ററിൽ കൊടുക്കുക, ഇൻറ്റു 100 ചെയ്താൽ മതി. നമുക്ക് ആറ്റം ഇക്കോണമി വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ ഡി 55% എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി പാരസെറ്റമോൾ? തന്നിട്ടുള്ളതിൽ പാരസെറ്റമോളിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫിഗർ ഏതാണ് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് വരിക? ദാണ്ടേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാരസെറ്റമോളിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ ഈ രീതിയിലാണ് വരുന്നത്. നമ്മുടെ
ഓപ്ഷൻ ഡിയിൽ കൊടുത്തിട്ടുള്ളത് പോലെ കേട്ടോ, ഓപ്ഷൻ ഡിയിൽ കൊടുത്തിട്ടുള്ളത് പോലെയാണ് വരുന്നത്. ഒരു ബെൻസീൻ റിങ് ഈ ഒരു പൊസിഷനിലായിട്ട് ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, ദെൻ ഇവിടെ ഒരു NH ഗ്രൂപ്പ്, ദെൻ ഒരു ഡബിൾ ബോണ്ട് OCH3. ഓക്കെ, ഈ ബെൻസീൻ റിങ്ങിൽ നിന്നും ഒരു ചെയിൻ പോയിട്ടുണ്ട്. ഈ രീതിയിലാണ് പാരസെറ്റമോളിൻ്റെ സ്ട്രക്ചർ വരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ സ്ട്രക്ചേഴ്സ് നമുക്ക് കുറച്ച് പേരുടെയൊക്കെ ഒന്ന് കാണാതെ പഠിച്ചു വെക്കാം എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വേറെ പ്രത്യേകിച്ച് മാർഗ്ഗമൊന്നുമില്ല കേട്ടോ. അപ്പം പാരസെറ്റമോളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത 23ാമത്തെ ചോദ്യം, എ ഹിറ്റ് ഇൻ ഡ്രഗ് ഡിസ്കവറി ഇസ് ഡിഫൈൻഡ് ആസ് എ കോമ്പൗണ്ട് ദാറ്റ് ഹാസ് ബീൻ. അപ്പോൾ ഈ ഹിറ്റ് ഒരു ഡ്രഗ് ഡിസ്കവറിക്കകത്ത് നമ്മൾ ഹിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് ഡിസ്കവറിയിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുക. ഐഡന്റിഫൈഡ് ആസ് ഹാവിങ് എ ഡിസൈർഡ് ബയോളജിക്കൽ ആക്ടിവിറ്റി ബട്ട് ഇറ്റ് മേ റിക്വയർ ഫർദർ ഓപ്റ്റിമൈസേഷൻ ഓർ മോഡിഫിക്കേഷൻ. എന്താ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, എന്താ ഐഡന്റിഫൈഡ് ആസ് ഹാവിങ് ഡിസൈർഡ് ബയോളജിക്കൽ ആക്ടിവിറ്റി, നമുക്ക് ആവശ്യമായിട്ടുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, ബട്ട് ഇറ്റ് മേ റിക്വയർ ഫർദർ ഓപ്റ്റിമൈസേഷൻ ഓർ മോഡിഫിക്കേഷൻ. പക്ഷേ അതിന് കുറച്ച് ഓപ്റ്റിമൈസേഷൻസും മോഡിഫിക്കേഷൻസും ഒക്കെ ആവശ്യമാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈർഡ് ബയോളജിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ പോലും കുറച്ച് മോഡിഫിക്കേഷൻസ് ആൻഡ് ഓപ്റ്റിമൈസേഷൻസ് ആവശ്യമായിട്ട് വരുന്ന ഒന്നിനെയാണ് ഹിറ്റ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. രണ്ടാമത്തേൽ പറയുന്ന നോക്കിക്കേ, ഓപ്റ്റിമൈസ്ഡ് ഫോർ പൊട്ടൻസി ആൻഡ് സെലക്ടിവിറ്റി. പൊട്ടൻസിക്ക് വേണ്ടിയിട്ടും സെലക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്താ ഓപ്റ്റിമൈസ് ചെയ്യുന്നവരാണ് ഹിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തേൽ പറയുന്നു അപ്രൂവ്ഡ് ഫോർ ക്ലിനിക്കൽ ട്രയൽസ്. ക്ലിനിക്കൽ ട്രയൽസിന് വേണ്ടിയിട്ട് അപ്രൂവ് കിട്ടുന്ന ആളുകളെയാണ് ഹിറ്റ്സ് എന്ന് പറയുന്നു. ആൻഡ് മാർക്കറ്റഡ് ആസ് എ ഡ്രഗായിട്ട് നമ്മൾ ഫൈനലി എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളെ ഡ്രഗായിട്ട് നമ്മൾ ഡ്രഗ് ഡിസ്കവറിയിൽ പല സ്റ്റെപ്പുകളിലോട് അണ്ടർഗോ ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്ന ഫോമിലുള്ള ഡ്രഗിനെയാണ് ഹിറ്റ് എന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേതാ കറക്റ്റ് എന്ന് നോക്കാം. A hit is a compound that shows some level of biological activity against a target of interest in initial screening assays. അപ്പോൾ ഹിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ദാറ്റ് ഷോസ് സം ലെവൽ ഓഫ് ബയോളജിക്കൽ ആക്ടിവിറ്റി അഗെയിൻസ്റ്റ് ദ ടാർജറ്റ്. ടാർജറ്റിനെതിരായിട്ട് ചെറിയ രീതിയിലുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്ന ആളുകൾ കേട്ടോ. ടാർജറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെറിയ രീതിയിലുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റീസ് കാണിക്കുന്നവർ ആണ് ആര്? ഹിറ്റ് എന്ന് പറയുന്നത്. ഇൻ ഇനിഷ്യൽ സ്ക്രീനിങ് അസേസ്, നമ്മുടെ ആദ്യഘട്ടം നമ്മുടെ ഒരു സ്ക്രീനിങ് സ്റ്റേജ് ഒക്കെ ഉണ്ടല്ലോ ഡ്രഗ് ഡിസ്കവറിയുടെ. അപ്പോൾ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജസിൽ നമ്മുടെ ടാർജറ്റുമായിട്ട് ചെറിയ രീതിയിലുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ പ്രകടമാക്കുന്നവരാണ് ഹിറ്റ് എന്ന് പറയുന്നത്. ദ ലെഡ് കോമ്പൗണ്ട് ഈസ് എ ഹിറ്റ് ദാറ്റ് ഹാസ് ബീൻ ഫർദർ ഒപ്റ്റിമൈസ്ഡ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ്സ് ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടീസ് മേക്കിംഗ് ഇറ്റ് മോർ പ്രോമിസിംഗ് കാൻഡിഡേറ്റ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഡ്രഗ്. ഇനി ഈ ലെഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഹിറ്റ് തന്നെയാണ്, ഹിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആളാണ് ലെഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഹാസ് ബീൻ ഫർദർ ഒപ്റ്റിമൈസ്ഡ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടീസ്. അപ്പം നമ്മൾ ആ ഹിറ്റിനെ തന്നെ ഒന്നും കൂടി ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് എടുക്കുന്നതാണ് ആര്? ഈ പറയുന്ന ലെഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് മേക്കിംഗ് ഇറ്റ് എ മോർ പ്രോമിനൻറ്റ് കാൻഡിഡേറ്റ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഡ്രഗ്. ലെഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ ഡ്രഗ് ഡിസ്കവറിയിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ലെഡ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഹിറ്റ് തന്നെയാണ് ആക്ച്വലി, പക്ഷേ ഹിറ്റിനെ കുറച്ചും കൂടി ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് ഇംപ്രൂവ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് നമ്മൾ ഡ്രഗ് ഡിസ്കവറിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളാണ് ലെഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി hit may have promising activity but they often lack optimization in terms of potency, selectivity and pharmacokinetic properties. They might also have undesirable characteristics such as toxicity or poor solubility. അപ്പം ഹിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കും നമ്മൾ പറഞ്ഞു ചെറിയ രീതിയിൽ ടാർജറ്റിനോട് ബയോളജിക്കൽ ആക്ടിവിറ്റീസ് കാണിക്കുന്നവരാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവർക്കും എന്തുണ്ട്? ചില പ്രോമിസിങ് ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഡ്രഗ്സിനെ പോലെ. ബട്ട് ദേ ലാക്ക് ഓപ്റ്റിമൈസേഷൻ ഇൻ ടേംസ് ഓഫ്, പക്ഷേ പൊട്ടൻസിയുടെ കേസിലായിക്കോട്ടെ അല്ലെങ്കിൽ സെലക്ടിവിറ്റിയുടെ കേസിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫാർമക്കോകൈനറ്റിക് പ്രോപ്പർട്ടീസിന്റെ ബേസിസിലായിക്കോട്ടെ ഇവർക്ക് ഓപ്റ്റിമൈസേഷൻ ഇവരുടെ കേസിൽ നടക്കുന്നില്ല. അതുപോലെ തന്നെ ഇവർക്ക് ചില അൺഡിസൈർഡ് ആയിട്ടുള്ള ഇപ്പോൾ ടോക്സിസിറ്റി പോലെയുള്ള നമുക്ക് ടോക്സിസിറ്റി ഉള്ള ഒരു ഡ്രഗാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്തൊക്കെ ടാർജറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുമോ പ്രോപ്പറായിട്ട്? ഇല്ല, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും അല്ലേ. അപ്പോൾ ഇവരുടെ പ്രശ്നം അതാണ്. ഹിറ്റിന് എന്താ? ചെറിയ രീതിയിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ പൊട്ടൻസിയുടെയും സെലക്ടിവിറ്റിയുടെയും ഒന്നും ബേസിസിൽ ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ട്?
ടോക്സിസിറ്റി ഉണ്ട്, ചെറിയ തോതിൽ അവർക്ക് ടോക്സിസിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ലെഡ് കോമ്പൗണ്ട് പോലെ നമുക്ക് ഡ്രഗ് ഡിസ്കവറീസിൽ എല്ലാ ഹിറ്റ്സിനെയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. The lead compounds typically exhibit better pharmacological properties such as improved potency, selectivity of the target and favorable pharmacological and toxicological profiles. പക്ഷേ അതിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള പൊട്ടൻസി ഉണ്ട്, സെലക്ടിവിറ്റി ഉണ്ട്, ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇതെല്ലാം ഉള്ള ആളുകളാണ് ലെഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോക്സിസിറ്റി ഒന്നും കാര്യമായിട്ടുള്ള രീതിയിൽ ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ലെഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കേ എന്താണ് ഹിറ്റ്. they are identified as having a desired biological activity but it may require further optimization and modification. അപ്പം ചെറിയ തോതിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഫർദർ ഓപ്റ്റിമൈസേഷൻ ആൻഡ് മോഡിഫിക്കേഷൻസിന് വിധേയമായേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് എന്തെന്ന് പറയുന്നത് ഹിറ്റ്. ഓക്കെ, ഒപ്റ്റിമൈസ്ഡ് ഫോർ പൊട്ടൻസി ആൻഡ് സെലക്ടിവിറ്റി ആരുടെയാണ്? ലെഡ് കോമ്പൗണ്ടിന്റെ പ്രത്യേകതയാണ്. അപ്രൂവ്ഡ് ഫോർ ക്ലിനിക്കൽ ട്രയൽസ് ആണോ? ഇല്ല. ഹിറ്റ്സിനെ തന്നെ നമ്മൾ ഡ്രഗ് ഡിസ്കവറിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നില്ല, അതിന് ടോക്സിക്കോളജിക്കൽ ഇഫക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. മാർക്കറ്റഡ് ആസ് ഡ്രഗ് ആണോ? അല്ല. ആ ഡ്രഗ് ഡിസ്കവറിയുടെ ഏറ്റവും ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആളുകളാണ് ഹിറ്റ്. അതിനെ നമ്മൾ ഒരിക്കലും ഡ്രഗ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഐഡന്റിഫൈഡ് ആസ് ഹാവിംഗ് എ ഡിസൈർഡ് ബയോളജിക്കൽ ആക്ടിവിറ്റി ബട്ട് ഇറ്റ് മേ റിക്വയർ ഫർദർ ഓപ്റ്റിമൈസേഷൻ ആൻഡ് മോഡിഫിക്കേഷൻസ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 24ാമത്തെ ചോദ്യം. ദ കെമിക്കൽസ് which belong to the category of persistent organic pollutants, POP, persistent organic pollutants ന്റെ കാറ്റഗറിയിൽ വരുന്ന കെമിക്കൽസ് കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ടെഫ്ലോൺ ആണോ, TNT ആണോ, ആൽഡ്രിൻ ആണോ, പാരസെറ്റമോൾ ആണോ? ഇതിൽ ഏതാണ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ POPയുടെ കാറ്റഗറിയിൽ വരുന്നത് എന്നാണ് ചോദ്യം കേട്ടോ. ടെഫ്ലോൺ ആണോ, TNT ആണോ, ആൽഡ്രിൻ ആണോ, പാരസെറ്റമോൾ ആണോ? അപ്പോൾ നോക്കിക്കേ എന്താണ് ഈ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ POP എന്ന് പറയുന്നത്. നോക്കിക്കേ, the POP are toxic chemicals that adversely affect human health and the environment around the world. അപ്പോൾ ഈ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊല്യൂട്ടൻസിന്റെ കാറ്റഗറിയിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒന്നാണ് POP എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്തിനെ ഭയങ്കര ദോഷകരമായിട്ട് ബാധിക്കും. അതിപ്പോൾ ഹെൽത്തിനെ എന്നല്ല, എൻവയോൺമെന്റിനെ തന്നെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് POP അല്ലെ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. എത്ര കാലം ചെന്നാലും യാതൊരു ഡിക്കമ്പോസിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ എർത്തിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരു കൂട്ടം പൊല്യൂട്ടൻസ് കൂടിയാണ് POP എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നവർ. ദീസ് വേ എ ഗ്രൂപ്പ് ഓഫ് 12 ഹൈലി പെർസിസ്റ്റന്റ് ആൻഡ് ടോക്സിക് കെമിക്കൽസ്. അപ്പം എത്ര നാളുകൾ കഴിഞ്ഞാലും പെർസിസ്റ്റ് ചെയ്യുന്നത്, യാതൊരു ഡിക്കമ്പോസിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പെർസിസ്റ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ടോക്സിസിറ്റി ഉള്ള ആളുകളുമാണ് ഈ POPയുടെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 12 ആളുകളാണ് POPയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആരൊക്കെയാണ്? ആൽഡ്രിൻ ഉണ്ട്, ക്ലൗഡീൻ ഉണ്ട്, DDT ഒക്കെ ഉണ്ട്. നമ്മുടെ DDT ഒക്കെ POPയുടെ കാറ്റഗറിയിലാണ് കേട്ടോ, പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസിന്റെ കാറ്റഗറിയിലാണ്. DDT ഒക്കെ നമ്മൾ വാരി വിതറല്ലേ റൂംസിലൊക്കെ. പക്ഷെ എന്താ, എത്ര കൊല്ലം കഴിഞ്ഞാലും അതിന് പ്രത്യേകിച്ച് ഡിക്കമ്പോസിഷനോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമ്മുടെ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസിൽ വന്നാൽ തന്നെ നമുക്കറിയാം കാർസിനോജൻ ആണല്ലേ, നേരിട്ടൊരു കാർസിനോജനെയാണ് നമ്മൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പം POPയുടെ കാറ്റഗറിയിൽ ഉൾപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് DDT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആൽഡ്രിൻ, ക്ലൗഡീൻ, DDT, അതുപോലെ തന്നെ ഡെയിൽഡ്രീൻ, എൻഡ്രീൻ, ഹെപ്റ്റാക്ലോർ, ഹെക്സാക്ലോറോബെൻസീൻ, മിറെക്സ്, polychlorinated biphenyls, polychlorinated dibenzo para-dioxins, polychlorinated dibenzofurans, toxafen, ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? POPയുടെ എക്സാമ്പിൾ ആണ്. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ ആൾ തന്നെ ആരാണ്? ഈ 12 മെയിൻ POPയുടെ എക്സാമ്പിളിൽ വന്നിട്ടുള്ള ആൽഡ്രിൻ ആണ്. അതാണ് നമ്മുടെ ഓപ്ഷൻസിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള POPയുടെ ലിസ്റ്റിൽ വരുന്നത് കേട്ടോ. ആൽഡ്രിൻ ഓപ്ഷൻ C ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക, 25ാമത്തെ ചോദ്യം. The soil related process which contribute to the removal of carbon dioxide from the atmosphere. അപ്പോൾ ഏത് soil related പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡുകളെ നീക്കം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. മൈക്രോബിയൽ ഓക്സിഡേഷൻ ഓഫ് സോയിൽ ഓർഗാനിക് മാറ്റർ, then respiration of plants growing in the field, forest fire, the rapid growth in a temperate rain forest. അപ്പോൾ ഇതിൽ ഏതാണ് ഒരു soil related process which contribute to the removal of carbon dioxide from the atmosphere? നോക്കിക്കേ, plants remove carbon dioxide from the air naturally and trees are especially good at storing carbon dioxide removed from the atmosphere by photosynthesis. നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡുകളെ
അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നീക്കം ചെയ്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ ഏറ്റവും പര്യാപ്തമായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ് ആണ്. അതുകൊണ്ടല്ലേ നമ്മൾ മരങ്ങൾ കൂടുതൽ വെച്ച് പിടിപ്പിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അധികമായിട്ട് ഇപ്പം ഈ പറയുന്ന പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡുകൾ, അപ്പോൾ ഇതെല്ലാം അന്തരീക്ഷത്തിൽ വന്ന് അടിഞ്ഞുകൂടുകയാണ് അല്ലേ. അപ്പോൾ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡുകളെയാണ് പുറത്തേക്ക് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അധികമായിട്ട് വരുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡുകളെ ആർക്ക് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിന് ട്രീസ് അല്ലെങ്കിൽ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. എന്നിട്ട് ഇവർ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബണിൻ്റെ ഒക്കെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവരുടെ മരങ്ങളിൽ നമ്മുടെ തടികളിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇങ്ങനെയാണ് യൂഷ്വലി ട്രീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിനെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. നോക്കിക്കേ, സോയിൽ കാർബൺ sequestration is a process in which the carbon dioxide is removed from the atmosphere and stored in the soil carbon pool. This process is primarily mediated by plants through photosynthesis with carbon stored in the form of SOC. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി എന്താ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് സ്റ്റോർഡ് ഇൻ ദി സോയിൽ കാർബൺ പൂൾ. അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഒരു പരിധി വരെ സോയിൽ പൂളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആൻഡ് ദിസ് പ്രോസസ് ഈസ് പ്രൈമർലി മീഡിയേറ്റഡ് ബൈ പ്ലാന്റ്സ് ത്രൂ ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സ് ആണ് ഫോട്ടോസിന്തസിസ് വഴി ഈ ഒരു പ്രോസസ്സിനെ മീഡിയേറ്റ് ചെയ്യുന്നത് വിത്ത് കാർബൺ സ്റ്റോർഡ് ഇൻ ദി ഫോം ഓഫ് SOC. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ എടുക്കുന്ന കാർബൺസിനെയൊക്കെ നമ്മുടെ തടികളിലും ഒക്കെ ആയിട്ട് കാർബണിൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്തു ഇവർ ശേഖരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? റാപ്പിഡ് ഗ്രോത്ത് ഇൻ ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ്. ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റിലൊക്കെ മരങ്ങളുടെ റാപ്പിഡ് ആയിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 26ാമത്തെ ചോദ്യം നോക്കുക. ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷൻ എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണോ, ഡീൽസ്-ആൾഡർ റിയാക്ഷൻ ആണോ, 2,4 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണോ, 2+2 സൈക്ലോ അഡിഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണോ എന്നാണ് ചോദ്യം. റിയാക്ഷൻ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇവിടെ എന്താ സംഭവിച്ചത്? റിങ് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു 1 2 3 4 5 6 7 മെമ്പേർഡ് റിങ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു 2 ഡബിൾ ബോൺസ് ഒക്കെ ഉണ്ട്. തേർമലി നടന്നിട്ടുള്ള പ്രോസസ്സാണ്. കാരണം ഇവിടെ ആരോ മാർക്കിൻ്റെ മുകളിൽ ടെമ്പറേച്ചറിൻ്റെ സിമ്പിൾ കാണാം അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിയിട്ട് ഇത് 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണോ, ഡീൽസ്-ആൾഡർ റിയാക്ഷൻ ആണോ, 2,4 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണോ, 2+2 സൈക്ലോ അഡിഷൻ റിയാക്ഷൻ ആണോ? അപ്പോൾ നോക്കിക്കേ, the most important sigmatropic rearrangement are 3,3 process which involves the carbon-carbon bond. The thermal rearrangement of 1,5 dienes by 3,3 sigmatropy is called Cobb rearrangement. അപ്പോൾ നമ്മുടെ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് അബുണ്ടന്റ് ആയിട്ട് നടക്കുന്ന ഒരു സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് ആരൊക്കെയാണ്? യൂഷ്വലി 1,5 ഡൈൻസ് ആണ് യൂഷ്വലി 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1,5 ഡൈൻസ് ഇൻവോൾവ് ചെയ്യുന്ന 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് റിയാക്ഷനെ നമ്മൾ കോബ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. കോബ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. 2 3 4 5 ഫിഫ്ത്ത് പൊസിഷനിലും ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു 1,5 ഡൈൻ സിസ്റ്റം ആണ് അല്ലേ. അപ്പോൾ ഈ 1,5 ഡൈൻ സിസ്റ്റത്തിനെ നമ്മൾ തെർമൽ കണ്ടീഷനിൽ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? നോക്കിക്കേ, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. അതിൻ്റെ ഫലമായിട്ട് നോക്കിക്കേ, ഈ പൊസിഷനിലൊരു ബോണ്ട് ഫോം ചെയ്യുന്നു, ഈ പൊസിഷനിലെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവുന്നു. ദെൻ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലേ. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഡബിൾ ബോണ്ട് ആവുന്നു. ദെൻ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആവുന്നു. ദെൻ ഈ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറുന്നു. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും അല്ലേ. ആ ബോണ്ട് ജസ്റ്റ് ഈ വരച്ചിരിക്കുന്ന പോലെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം 1,5 ഡൈൻസ് ഇൻവോൾവ് ചെയ്യുന്നതാണ് യൂഷ്വലി 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് അല്ലെങ്കിൽ കോബ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നോക്കിക്കേ 1 2 3 4 5
ഇത് ഒരു 1,5 ഡൈൻസ് ആണല്ലോ. അപ്പോൾ 1,5 ഡൈൻസിനെ കാണുമ്പോഴേ യൂഷ്വലി മനസ്സിലാക്കിക്കോ തെർമൽ കണ്ടീഷനാണ്, 1,5 ഡൈൻസ് ആണ്. ഏത് റീഅറേഞ്ച്മെന്റ് റിയാക്ഷനിലായിരിക്കും ഇൻവോൾവ് ചെയ്യുന്നത്? ഇപ്പം ഷിഫ്റ്റ് ചെയ്യുന്ന ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ മതി, മനസ്സിലാവും ഇത് എന്താണ് 3,3 സിഗ്മാട്രോപിക് ആണ്. ഇത് ജസ്റ്റ് ഇത് നോക്കിയാൽ മതി, 1,5 ഡൈൻസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നതെങ്കിൽ അത് 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്